കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിച്ച ശശി തരൂർ. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമെന്ന് ശശി തരൂർ തുറന്നടിക്കുന്നു. നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കും. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ട്. കോൺഗ്രസിന് തന്നെ ആവശ്യമില്ലെങ്കിൽ തനിക്കും കോൺഗ്രസിനെ ആവശ്യമില്ലെന്നും ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, ശശി തരൂർ ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ തുറന്നെടുത്ത് അത് സമീപകാലത്തുണ്ടായിട്ടുള്ള മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങൾ, അത് ശശി തരൂരിനെ കൊണ്ട് ഇങ്ങനെ ഈ അഭിമുഖത്തിൽ പറയിപ്പിച്ചതല്ലേ? സുജിയ, തീർച്ചയായും ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കടുക്കുകയാണ് എന്ന് തന്നെ പറയാം. നേരത്തെ ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടിയിൽ തന്റെ റോൾ എന്താണ് എന്ന് വ്യക്തമാക്കണം എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ ആവശ്യപ്പെട്ടത്. പാർട്ടിയിൽ തനിക്ക് കൃത്യമായ റോൾ നൽകുന്നില്ല, കൃത്യമായ ഉത്തരവാദിത്വം നൽകുന്നില്ല, താൻ എന്ത് ചെയ്യണം എന്ന് പാർട്ടി പറയുന്നില്ല എന്ന കാര്യത്തിലൊക്കെ തന്നെയുള്ള പരാതി രാഹുൽ ഗാന്ധിയോട് ശശി തരൂർ പങ്കുവച്ചു എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ നിലപാട് കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലൂടെ ശശി തരൂർ വ്യക്തമാക്കുന്നത്. ദേശീയ തലത്തിൽ പാർട്ടി വലിയ തിരിച്ചടികളാണ് നേരിടുന്നത്. പാർട്ടി കൃത്യമായി ജനങ്ങൾക്കിടയിൽ ആഴ്ന്നിറങ്ങിയുള്ള പ്രവർത്തനങ്ങളിൽ പാർട്ടി ഏറെ പിന്നിലാണ് എന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലെ സാഹചര്യങ്ങളും ശശി തരൂർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ നേതൃത്വമില്ലാത്തൊരു സാഹചര്യമാണ് പാർട്ടി നേരിടുന്നത്. ഒരു നേതൃത്വമില്ലാത്ത പ്രതിസന്ധി കേരളത്തിലുണ്ടെന്ന് ശശി തരൂർ പറയുകയാണ്. ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ തിരിച്ചടികൾ കോൺഗ്രസിന് നേരിടേണ്ടി വരും. പാർട്ടിക്ക് തന്നെ വേണ്ട എങ്കിൽ തനിക്ക് തൻ്റെതായ മറ്റ് വഴികളുണ്ട് എന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ കൂടുതൽ കടുത്തത് തന്നെയാണ്. ശശി തരൂർ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്ന സൂചനകൾ ഒരുപക്ഷെ ഈ വാക്കുകളിലുണ്ട്. ഏതായാലും നമുക്കറിയാം, നേരത്തെ കോൺഗ്രസിൽ ഒരുപാട് നേതാക്കൾ, കപിൽ സിബലിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതുപോലെ കടുത്ത ഭാഷയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട്, കോൺഗ്രസിൻ്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയൊരു സാഹചര്യമുണ്ട്. ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കൾ. ഏതായാലും ശശി തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അസറ്റ് തന്നെയായിരുന്നു. പക്ഷേ അത് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് ശശി തരൂരും കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും തൻ്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിൽ അംഗീകരിക്കാതെപ്പെടുന്നു എന്നാണ് ശശി തരൂർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ പ്രധാനമായും ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്, ഒന്ന്, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം തനിക്ക് നൽകണം എന്നതാണ്. ഒന്നില്ലെങ്കിൽ യുവജനങ്ങളുടെ ചുമതല നൽകുക. നേരത്തെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ചുമതലയുണ്ടായിരുന്നു, അതിൽ നിന്ന് തന്നെ ഒഴിവാക്കി ഇനി യൂത്തിൻ്റെ ചാർജ് നൽകുക, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ചുമതല നൽകുക. അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ചുമതല നൽകണം എന്നതായിരുന്നു ശശി തരൂരിൻ്റെ ആവശ്യം. പാർലമെന്റിൽ ഒരു നേതൃനിരയിലേക്ക് വരണം എന്ന് തനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അതും പാർട്ടി അംഗീകരിച്ചില്ല. അങ്ങനെ പാർട്ടിയിൽ താൻ തഴയപ്പെടുന്നു എന്നാണ് ശശി തരൂർ പരാതിയായി രാഹുൽ ഗാന്ധിയോട് ചൂണ്ടിക്കാണിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ തന്നെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ സംസാരിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടെങ്കിൽ എനിക്ക് എന്റെ പണിയുണ്ട് എന്ന് ശശി തരൂർ പറയുന്നെങ്കിൽ കോൺഗ്രസ് വോട്ട് കൊണ്ട് മാത്രമല്ല താൻ തിരുവനന്തപുരത്ത് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശശി തരൂർ പറയുന്നത് വസ്തുതയാണ് എന്നത് നമുക്ക് കൂടി അറിയാവുന്ന കാര്യമാണ്.